ഹലോ. അപ്പോൾ നമ്മൾ വി പി സി ആയിരുന്നു നമ്മളുടെ കഴിഞ്ഞ ടോപ്പിക് അല്ലേ. അപ്പോൾ വി പി സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. വി പി സിയിൽ സബ്നെറ്റ് എന്താണ്, അതുപോലെ മറ്റു കോമ്പോണൻസും കാര്യങ്ങളും, വി പി സിയിൽ എങ്ങനെ നമുക്കൊരു സൈഡർ ബ്ലോക്ക് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, നമ്മുടെ ഓൺ നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, പ്രൈവറ്റ് സബ്നെറ്റും പബ്ലിക് സബ്നെറ്റും അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾക്ക് അതിൽ നോക്കാനുള്ളത് EC2 സർവീസിൽ തന്നെ. EC2 തന്നെ നോക്കുമ്പോൾ ഇവിടെ താഴോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൽ വോളിയം ഉണ്ട്, AMI ഉണ്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഉണ്ട്, ലോഡ് ബാലൻസർ, ഓട്ടോ സ്കെയിലിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസസാണ്. ഓക്കെ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ AWS തന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് AWSൽ നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസിന് പറയുന്ന പേരാണ് ENI, അതായത് ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് എന്ത്, ENI എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ENI എന്താണെന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ച് എന്താ പറയുക ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ആട്രിബ്യൂട്ടും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഓരോ എന്താ പറയുക മെഷീൻസിലും എത്ര നെറ്റ്വർക്ക് കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നല്ല രീതിയിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ അവിടെയുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ENI നമ്മളുടെ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PPCയിലുള്ള ഒരു കോമ്പോണൻ്റ് ആണ്. അത് നമ്മൾ മാനുവലി നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ. നമ്മൾക്ക് ആരാ തന്നിട്ടുള്ളത്, AWS നമ്മൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് തരുമെന്ന് ഇതുവരെ സംഭവിച്ചിരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ENI എന്താണെന്നൊക്കെ മേ ബി നിങ്ങൾക്ക് പലർക്കും അറിയാം. ഏതൊരു സെർവറിലും നമ്മൾ PPCയുടെ സെഷനിലൊക്കെ ആദ്യം പറഞ്ഞിരുന്നു, ഏതൊരു സെർവറായാലും നമ്മൾ അതിൽ വേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കോമ്പോണൻസുകളുണ്ടല്ലേ, അതിൻ്റെ പ്രൊസസ്സർ, അതിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതിൻ്റെ നെറ്റ്വർക്ക് കാർഡുകൾ, അതുപോലെ റൗട്ടർ, അതുപോലെ അതിൻ്റെ മെമ്മറി അല്ലേ, ഇതെല്ലാം ഏത് സെർവറിലായാലും നമ്മൾ എന്താണ് മോസ്റ്റ്ലി നമ്മൾക്ക് വേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ENI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VPCയിലുള്ള ഒരു ലോജിക്കൽ കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഒരു വിർച്വലി ഉള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് വിർച്വൽ നെറ്റ്വർക്ക് കാർഡ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സെർവറിലും എന്തുണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം എന്താ പറയുക നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കാർഡുകൾ, ഇതാണ് നമുക്ക് എന്ത് തരിക, ശരിക്കും നമ്മൾക്ക് എന്താ പറയുക ഔട്ടർ വേൾഡിലുള്ള ഒരു ഇൻ്റർനെറ്റുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എന്ത് വേണം, ഇത്തരം നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ ക്ലൗഡല്ല, ഒരു ഓൺ പ്രം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെന്തുണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കാർഡുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ മേ ബി നിങ്ങൾ എന്താ പറയുക ഏതെങ്കിലും സെർവറിൽ ഇപ്പോൾ ഇഫ് കോൺഫിഗോ അല്ലാന്നുണ്ടെങ്കിൽ IP എന്നുള്ള കമാൻഡുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വരും, നിങ്ങളുടെ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലാതെ അപ്പായിട്ടുള്ള സ്റ്റാറ്റസ് അപ്പായിട്ട് കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള നെറ്റ്വർക്ക് കാർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ലിസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് കമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാർഡുകൾ ആക്ച്വലി എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ്, നമ്മുടെ സെർവറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണ എന്തിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇത്തരം നെറ്റ്വർക്ക് കാർഡുകൾ വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെർവറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മേ ബി നമ്മൾക്ക് തന്നെ കാണാൻ കഴിയും H0 അല്ലാതുണ്ടെങ്കിൽ H1, അതായത് എതർനെറ്റ് 0, എതർനെറ്റ് 1, H2, അങ്ങനെ പല രീതിയിലും കോൺഫിഗർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സെർവറിൽ കയറാണ്. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ഒരു സെർവറുണ്ട്. അപ്പോൾ ഞാൻ ആ സെർവറിൽ കയറിയിട്ട് നമുക്ക് എൻ്റെ ഈ ഒരു സെർവറിൽ ഉള്ള എന്താ പറയുക നെറ്റ്വർക്ക് കാർഡുകൾ നമുക്ക് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് സെർവർ ഒന്ന് കണക്റ്റ് ആയിക്കോട്ടെ. ഞാനിവിടെ IP സ്പേസ് A എന്നുള്ള ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
എനിക്ക് എന്ത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും? എൻ്റെ സെർവറിലുള്ള നെറ്റ്വർക്ക് കാർഡുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിവിടെ ഇതൊരു ലൂപ്പ് ബാക്ക് ആണ്, അത് നോക്കണ്ട. അതുപോലെ കണ്ടോ, എതർനെറ്റ് 0 എന്ന് പറയുന്ന എന്തുണ്ട്, ഒരു ഇൻ്റർഫേസ് കാർഡ് ഉണ്ട്, അല്ലാതെ ഒരു നെറ്റ്വർക്ക് കാർഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇത് ഡോക്കറിൻ്റെ എന്താണ്, ഡോക്കർ ഓൾറെഡി ഈ സെർവറിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഡോക്കറിൻ്റെ എന്താ പറയുക, റെസ്റ്റ് APIയും ഡീമനൊക്കെ ഇൻസ്റ്റാൾഡ് ആവും. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്കറിൻ്റെ എന്തിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക് കാർഡ് അവിടെ, അല്ലാണ്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങളുടെ സെർവറിൽ മേ ബി ഇതുപോലെ കയറിയിട്ട് IP സ്പേസ് ചെയ്യാനുള്ള കമാൻഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് അവൈലബിൾ ആയിട്ട് വരിക, നിങ്ങളുടെ സെർവറിൽ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻ്റർഫേസ് കാർഡുകൾ, അല്ലാതെ നെറ്റ്വർക്ക് കാർഡുകളായിരിക്കും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു സെർവറിൻ്റെ കേസിൽ ഇവിടെ എന്തുണ്ട്, എതർനെറ്റ് 0 അല്ലാതെ H0 എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാർഡ് ഉണ്ട്. ആക്ച്വലി ഈ കാണുന്ന ഇൻ്റർഫേസ് കാർഡാണ് എനിക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ഷൻ തരുന്നതും എൻ്റെ സെർവറിന് ഒരു പ്രൈവറ്റ് IP അസൈൻ ചെയ്യുന്നതൊക്കെ ആക്ച്വലി ആരാണ്, ഈ ഒരു കാണുന്ന ഇൻ്റർഫേസ് കാർഡാണ്. ഇപ്പോൾ മേ ബി നമ്മളുടെ സെർവറിൽ ഒരു ഇൻ്റർഫേസ് കാർഡല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റർഫേസ് കാർഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കത് എന്താ പറയുക, കോൺഫിഗർ ചെയ്യാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഓർഗനൈസേഷനിലോ നിങ്ങളുടെ കമ്പനിയിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് സെർവറിലൊക്കെ കയറിയിട്ട് മേ ബി നിങ്ങൾ ഈ കമാൻഡ് അടിക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരുപാട് നെറ്റ്വർക്ക് കാർഡുകൾ അവിടെ ലിസ്റ്റ് ചെയ്ത് വരാം. അപ്പോൾ ഇതിവിടെ H0 ആണ്, H1 ഉണ്ടായിരിക്കാം, അതാണ് വേറെയും ഒരുപാട് കാണാം. അപ്പോൾ അതിൽ മേ ബി എല്ലാതും ആക്റ്റീവ് ആവണമെന്നില്ല, ചിലത് മാത്രമായിരിക്കും ആക്റ്റീവായിട്ടുണ്ടായിരിക്കുക, ചിലത് ആക്റ്റീവ് സ്റ്റേറ്റിലല്ലായിരിക്കും, ജസ്റ്റ് അവിടെ എന്തുണ്ടായിരിക്കുള്ളൂ, ആ സെർവറിൽ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഇൻ്റർഫേസ് കാർഡുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഏതാണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ സെർവർ ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾക്ക് ആക്സസ് കിട്ടുന്നതൊക്കെ ഏത് ഇൻ്റർഫേസ് കാർഡ് വഴിയാണെന്ന് നമ്മൾ ആക്ച്വലി നോക്കാറ് അതിൻ്റെ സ്റ്റേറ്റ് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറിയാം, ഇതിൻ്റെ മൾട്ടികാസ്റ്റും എന്താണ്, അപ്പാണ്, ലോവറും അപ്പാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റേറ്റ് ഇവിടെ കണ്ടോ, ഇതിൻ്റെ സ്റ്റേറ്റ് എന്താണ്, അപ്പാണ്. അതായത് എൻ്റെ ഈ കാണുന്ന സെർവറിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് കാർഡാണ് ഏത്, H0 എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കമ്പ്യൂട്ടറിലോട്ട് എന്താ പറയുക, ഔട്ടർ വേൾഡിൽ നിന്നും ഇൻ്റർനെറ്റ് വരുന്നതും ഞാൻ ഈ സെർവറിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും പല കാര്യങ്ങളും ഫെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഏത് വഴിയാണ്, ഈ ഒരു ഇൻ്റർഫേസ് കാർഡ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക് സൈഡിൽ നമ്മൾക്ക് കൂടുതൽ എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുകൾ. ഓക്കെ, അപ്പോൾ നമ്മളിത് ക്ലൗഡിലോട്ട് വരുമ്പോൾ ഇതെന്താണ്, ഒരു ലോജിക്കൽ കമ്പോണൻ്റ് ആണ് നമ്മളുടെ VPCയിലുള്ള. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ഇത് നമ്മളുടെ VPCക്കകത്ത് എന്തുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 2 സബ്നെറ്റ് ഉണ്ട്. ഓക്കെ, ഇതെൻ്റെ ഒരു സബ്നെറ്റാണ്, ഇതെൻ്റെ ഒരു സബ്നെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ സബ്നെറ്റിലോട്ട് ഞാൻ എല്ലാ രീതിയിലും കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഞാനിത് പബ്ലിക് സബ്നെറ്റ് ആയിട്ടാണ് ഞാനിത് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ പ്രൈവറ്റ് സബ്നെറ്റാണ്. അപ്പോൾ നമ്മൾക്ക് എന്തറിയാം, ഇപ്പോൾ പബ്ലിക് സബ്നെറ്റിൽ ഞാനൊരു EC2 മെഷീൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു EC2 മെഷീൻ ഞാൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ EC2 മെഷീൻ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നല്ലേ. ഇപ്പോൾ പബ്ലിക് IP ഉണ്ടായിരിക്കും, പ്രൈവറ്റ് IP ഉണ്ടായിരിക്കും, 2 ടൈപ്പ് IP അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പബ്ലിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിളും ചെയ്യാം. അപ്പോൾ പബ്ലിക് സബ്നെറ്റിൽ ഞാനൊരു EC2 മെഷീൻ ഞാൻ ലോഞ്ച് ചെയ്യുമ്പോൾ മേ ബി എനിക്ക് എന്ത് വേണ്ടി വരും, പബ്ലിക് IP വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പബ്ലിക് ഞാൻ വേണമെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊരു ഡൈനാമിക് IP ആണ്. അത് നമുക്ക് AWS നമുക്ക് എന്താണ് ചുമ്മാ ഫ്രീ ആയി തരണ പോലത്തെ ഒരു IP ആണ്. ഓക്കെ, ബട്ട് പ്രൈവറ്റ് IP ഉണ്ടായിരിക്കും അല്ലേ, പ്രൈവറ്റ് IP ഉണ്ടായിരിക്കും, പബ്ലിക് IP ഉണ്ടായിരിക്കും, 2 തരം IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പബ്ലിക് IPയുടെ കാര്യം നമ്മൾക്ക് അറിയാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, പബ്ലിക് IP ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, പക്ഷേ നമ്മൾക്ക് പ്രൈവറ്റ് IP എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് AWS അവിടെ കോൺഫിഗർ ചെയ്യും. ഈ പ്രൈവറ്റ് IPയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ സബ്നെറ്റിന് കൊടുക്കുന്ന
സൈഡർ റേഞ്ച് ഏതാണോ ആ സൈഡർ റേഞ്ചിൽ വരുന്ന IP ആയിരിക്കും പ്രൈവറ്റ് IP. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 10.0.1/24 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂളിൽ വരുന്ന IP ആയിരിക്കും എനിക്ക് പ്രൈവറ്റ് ആയിട്ട് അസൈൻ ചെയ്ത് വരുന്നത് അല്ലേ. ശരിക്ക് ഈ പ്രൈവറ്റ് IP ഒക്കെ നമുക്ക് ഈ ആരാണ് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ്റർഫേസ് കാർഡുകളാണ്. ഓക്കെ, അതായത് ഞാനൊരു EC2 മെഷീൻ ഞാൻ ലോഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ EC2 മെഷീനുമായിട്ട് അസൈനായ അല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് ആരുണ്ടായിരിക്കും? നമ്മളുടെ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്തരം കാർഡുകളാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾക്ക് പ്രൈവറ്റ് IP പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റ് IP കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരമുള്ളത്? നമ്മൾക്ക് നമ്മളുടെ VPCയുടെ അകത്തുള്ള മറ്റ് EC2 മെഷീനുമായിട്ടും മറ്റു റിസോഴ്സസുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രൈവറ്റ് IPയുടെ ഒരു യൂസ് എന്താണെന്നുള്ളത്. അപ്പോൾ പബ്ലിക് IP എന്തിനാണ്? നമുക്ക് ഔട്ടർ വേൾഡിലുള്ള അല്ലാണ്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള മറ്റു ഡിവൈസസുമായിട്ടും മറ്റു എന്താ പറയുക ഇൻ്റർനെറ്റുമായിട്ടൊക്കെ കണക്ഷന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് IP യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ENI നമ്മളുടെ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുകളാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? ആക്ച്വലി ഒരു പ്രൈവറ്റ് IP അസൈൻ ചെയ്യുന്നത് ആരാണ്? ഇത്തരം നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് കാർഡുകളാണ്. ഓക്കെ, അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് അതായത് പ്രൈമറി ആയിട്ട് ഒരു സെർവറിൽ എന്തുണ്ടായിരിക്കും? ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ എക്സ്പ്ലിസിറ്റി അല്ലാണ്ട് മാനുവലി പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും? അതിൻ്റെ ഉള്ളിൽ അലൊക്കേറ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രൈമറി എന്ന് പറയുന്നത്. പ്രൈമറി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഇപ്പോൾ ഒരു ഓൺ പ്രമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാനുവലി നമ്മൾ തന്നെയാണ് കോൺഫിഗർ ചെയ്യാറ് അല്ല. ബട്ട് ക്ലൗഡിലോട്ട് വരുമ്പോൾ ഇതൊരു EC2 മെഷീൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ആരുണ്ടായിരിക്കും? ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഇൻ്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കും, ഒരു ENI ഉണ്ടായിരിക്കും. ഇതാണ് എന്ത്? ഈ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന ഇൻ്റർഫേസ് കാർഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി എന്ന് വിളിക്കുന്നത്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും എക്സ്ട്രാ ആയിട്ട് ഒന്നോ രണ്ടോ അല്ലാതെ അതിൽ കൂടുതലോ മൾട്ടിപ്പിൾ ആയിട്ട് ഇത്തരം നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് നമുക്ക് ആഡ് ചെയ്യുന്നതും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് യൂസ് കേസും പർപ്പസും ഉണ്ട്. അതായത് നമ്മുടെ സെർവറിലോട്ട് വരുന്ന നെറ്റ്വർക്കിൻ്റെ ഒരു പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഒരു ഫെയിൽ ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരു ബാക്കപ്പ് ആയിട്ടും അങ്ങനെ പല സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൾട്ടിപ്പിൾ ആയിട്ട് ഒരു സെർവറിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുകൾ നമ്മൾ കോൺഫിഗർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ സെർവറിൽ എന്തുണ്ട്? 2 ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ സെർവറിൽ എന്തുണ്ട്? എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ സെർവറിൽ എൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ, എനിക്കൊരു സെർവറിൽ 2 ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻ്റർനെറ്റ് എന്താ പറയുക നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുമായിട്ട് എനിക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? മറ്റൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസുമായിട്ട് എനിക്ക് കോൺഫിഗർ ചെയ്യാം. ഓക്കെ, അതായത് ട്രാഫിക് വരുമ്പോൾ എനിക്ക് ഇതിൻ്റെ IP വിളിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ കിട്ടണം, ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസിൻ്റെ IP വിളിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ കിട്ടണം. ഈ രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷനൊക്കെ എന്ത് ചെയ്യാം? ട്രാഫിക് സെഗ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടിക്കലായിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അത്തരം കാര്യങ്ങളാണ് എവിടെയുള്ളത്? നമ്മളുടെ ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലോജിക്കൽ എന്താണ് കമ്പോണൻ്റാണ് നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ VPCയിൽ. ഓക്കെ, അതൊരു വിർച്വൽ നെറ്റ്വർക്ക് കാർഡായിട്ടാണ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എന്തുണ്ടായിരിക്കും? അതായത് നേരത്തെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്?
ഇതിന് എന്തുണ്ടായിരിക്കും? ഇതാണ് ആക്ച്വലി നമുക്ക് എന്ത് തരുന്നത്? പ്രൈവറ്റ് ഐ പി അസൈൻ ചെയ്യുന്ന പുള്ളി ആരാണ്? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ആണ് അല്ലേ? അപ്പോൾ ഇതിന് എന്തുണ്ടായിരിക്കും? ഒരു പ്രൈവറ്റ് ഐ പി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെർവറിൻ്റെ ഇപ്പോൾ ഇവിടെ എനിക്കൊരു EC2 മെഷീൻ ഉണ്ട് അല്ലേ? ഈ EC2 മെഷീൻ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണാൻ പറ്റും? പബ്ലിക് ഐ പി ഉണ്ട്, പ്രൈവറ്റ് ഐ പി ഉണ്ട്. ആക്ച്വലി ഈ പ്രൈവറ്റ് ഐ പി ആരാണ് തന്നത്? എൻ്റെ ഈ സെർവറിൻ്റെ അകത്ത് ആരുണ്ട്? ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ട്. കണ്ടോ? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ട്. ഈ കാർഡാണ് ആക്ച്വലി എനിക്ക് എന്ത് അസൈൻ ചെയ്തിട്ടുള്ളത്? ഈ പ്രൈവറ്റ് ഐ പി അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈവറ്റ് എന്തുണ്ടായിരിക്കും? ഐ പി ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത് പ്രൈവറ്റ് ഐ പി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു ENI അറ്റാച്ച്ഡ് ആയിരിക്കും. അതെന്താണ്? പ്രൈമറി ആണല്ലേ? അതിനാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. അതായത് പ്രൈമറി ഒരു പ്രൈവറ്റ് ഐ പി ഉണ്ടായിരിക്കും. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡറി ആയിട്ട് ഐ പി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒന്നോ ഒന്നിൽ കൂടുതലോ സെക്കൻഡറി എന്താ പറയുക നെറ്റ് ഇൻ്റർഫേസ് കാർഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഗർ ചെയ്യുന്നതും പോസിബിൾ ആണ്. ഓക്കെ, അതുപോലെ വൺ ഇലാസ്റ്റിക് ഐ പി ഒക്കെ നമ്മൾ അതിലോട്ട് വരാം. ഓക്കെ, അതുപോലെ വൺ പബ്ലിക് ഐ പി, ഒന്നിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഗ്രൂപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു MAC അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ സെർവറിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തന്നു? എൻ്റെ സെർവറിൽ അപ്പായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് ഈ H0 എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ എന്താ പറയുക ഒരു MAC ID ഇവിടെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഒരു IPv4 IP അഡ്രസ്സ് ഇവിടെ ഉണ്ട്. മറ്റു കാര്യങ്ങൾ കണ്ടോ? ഒരു IPv6 ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ തന്നെ എന്താണ് നമുക്ക് കാണാൻ കഴിയും. അത്തരം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പ്, ഒരു IPv6 ഉണ്ടായിരിക്കും, ഒരു IPv4 ഉണ്ടായിരിക്കും, അത്തരം കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇത് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി എന്താ പറയുക ഒന്ന് ഓടിച്ച് അതിൻ്റെ ഒരു തിയറി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി അവിടെ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വിട്ടേക്ക്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അതെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മെഷീനിലുള്ള ഒരു സെർവറാണ് അല്ലേ? ഒരു EC2 കണ്ടോ? ഇൻസ്റ്റൻസ് ആണ്, ഒരു EC2 മെഷീനാണ്. അപ്പോൾ ഏത് സെർവർ എടുത്തു കഴിഞ്ഞാലും എന്തുണ്ടായിരിക്കും? IP ഉണ്ടായിരിക്കും. പ്രൈവറ്റ് IP ഉണ്ടായിരിക്കും, പബ്ലിക് IP ഉണ്ടായിരിക്കും അല്ലേ? ഇനി ഇവിടെ മറ്റൊരു ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഇതെന്താണ്? ഇത് പബ്ലിക് സബ്നെറ്റിൽ ഞാനൊരു EC2 മെഷീൻ ലോഞ്ച് ചെയ്തപ്പോൾ പബ്ലിക് IP ഉണ്ട്, പ്രൈവറ്റ് IP ഉണ്ട് അല്ലേ? ഞാനൊരു പ്രൈവറ്റ് സബ്നെറ്റിൽ ഞാനൊരു EC2 മെഷീൻ ലോഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് മാത്രം ഉണ്ടായിരിക്കത്തുള്ളൂ? പ്രൈവറ്റ് IP മാത്രം ഉണ്ടായിരിക്കത്തുള്ളൂ അല്ലേ? പബ്ലിക് IP നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് പബ്ലിക് IPൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ. കാരണം നമുക്കത് ഔട്ടർ വേൾഡിൽ നിന്ന് ആരും നമ്മളുടെ ഈ ഒരു സെർവർ ആക്സസ് ചെയ്യണ്ട അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രൈവറ്റ് ആയിട്ടൊരു സബ്നെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് സബ്നെറ്റിലുള്ള ഒരു EC2 മെഷീനിൽ നമുക്ക് എന്ത് മാത്രം മതി? പ്രൈവറ്റ് IP മാത്രം മതി അല്ലേ? ഓക്കെ, ബാക്ക് നമ്മളുടെ കൺസോളിലോട്ട് തന്നെ വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പബ്ലിക് സബ്നെറ്റിലുള്ള ഒരു സെർവറാണ്. അതുകൊണ്ട് അതിന് എന്തുണ്ട്? പ്രൈവറ്റ് IP ഉണ്ട്, പബ്ലിക് IP ഉണ്ട്. ഓക്കെ, നെറ്റ്വർക്കിങ്ങിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ഇവിടെ കാണാൻ കഴിയും? ഒരു ENI, അതായത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഇവിടെ കണ്ടോ? നെറ്റ്വർക്ക് ഇൻ്റർഫേസസ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബൈ ഡിഫോൾട്ടായിട്ട് AWS നമ്മൾക്ക് സെർവറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയുക നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതാണ് ഈ കാണുന്നത്, അതായത് പ്രൈമറി വൺ. ഓക്കെ, ഇതിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ ഇൻ്റർഫേസ് കാർഡാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? ഒരു പബ്ലിക് IP-യും അതുപോലെ ഒരു പ്രൈവറ്റ് IP-യും തരുന്നത്. ഓക്കെ, പ്രൈവറ്റ് IP തരുന്ന പ്രൈവറ്റ് IP ഓൾവേസ് എന്തായിരിക്കും? അതവിടെ സ്റ്റാറ്റിക് ആയിരിക്കും, ഒരിക്കലും ചേഞ്ച് ആവാൻ പോകുന്നില്ല. ബട്ട് ഒരു സെർവറിനെ അപേക്ഷിച്ച് AWS-ൽ അതിൻ്റെ പബ്ലിക് IP എന്താണ്? AWS നമുക്ക് തരുന്നത് ഒരു ഡൈനാമിക് IP ആണ്. അതായത് ഈ IP ചേഞ്ച് ആവും.
ഓക്കെ, അത് എപ്പോഴാണ് ചേഞ്ച് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സെർവർ ഇതിൻ്റെ IP ശ്രദ്ധിക്കണേ, 65.0.139.98. ഓക്കെ, 65 സ്റ്റാർട്ട് ചെയ്യുന്ന 98 എൻഡ് ആവുന്നു. ഓക്കെ, ഞാൻ ഈ സെർവർ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ആ സെർവർ സ്റ്റോപ്പ് ചെയ്തു. കണ്ടോ, ആ സെർവർ സ്റ്റോപ്പിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റോപ്പ് ആവട്ടെ. ഇനി ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ നമ്മളുടെ പബ്ലിക് IP ഇവിടെ കാണുന്നില്ല. അതായത് എന്താണ്, നമ്മളുടെ EC2 നമ്മളുടെ മെഷീന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ആരവിടെ ഉണ്ടായിരിക്കും, പ്രൈവറ്റ് IP ഓൾവേസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. കാരണം എന്താണ്, നമ്മളുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈവറ്റ് IP കോൺസ്റ്റൻ്റ് ആയിരിക്കും, പബ്ലിക് IP എന്താണ്, ഒരു ഡൈനാമിക് IP ആണ്. എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മെഷീനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സ്റ്റോപ്പായി കിടന്ന എൻ്റെ മെഷീനെ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, പെൻഡിങ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെഷീന് സ്റ്റോപ്പ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ എന്ത് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ പബ്ലിക് IP. ഇപ്പോൾ പബ്ലിക് IP പുതിയൊരു IP അവിടെ വന്നു അല്ലേ, നമ്മളുടെ മെഷീന് റണ്ണിങ് സ്റ്റേറ്റിലായപ്പോൾ AWS നമുക്ക് വീണ്ടും എന്ത് തന്നു, ഒരു പബ്ലിക് IP തന്നു. ബട്ട് ഇവിടെ എന്താണ് ഡിഫറൻസ്, ഈ പബ്ലിക് IP നോക്കിയേ 65 സ്റ്റാർട്ട് ചെയ്യുന്നത്, ബട്ട് IP എന്തായിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇവിടെ എൻ്റെ വന്നത് 98 33 ഡിഫറൻസ് ഉണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണത്, പബ്ലിക് IP എന്തായിരിക്കും, ഡൈനാമിക് ആയിരിക്കും, അതിങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മളൊരു മെഷീന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താവും, നേരത്തെ ഉണ്ടായിരുന്ന പബ്ലിക് IP റിലീസ് ആവും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയൊരു IP AWS അസൈൻ ചെയ്ത് തരും. ഓക്കെ, ഇനി ഇത് ഞാനിവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സോറി, ഞാൻ Nginx ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഞാൻ ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആക്സസിബിൾ ആണ് അല്ലേ. പക്ഷേ ഇത് നല്ലൊരു മെത്തേഡാണോ, ഇങ്ങനെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു മെഷീൻ സ്റ്റോപ്പ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളുടെ മെഷീന് ഡൗൺ ആയിപ്പോയി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് അപ്പാക്കുമ്പോൾ എന്താവും, അതിൻ്റെ IP ചേഞ്ച് ആവും. പക്ഷെ അത് നല്ലൊരു പ്രവണത ആണോ, ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണോ, ഒരു സ്റ്റാൻഡേർഡ് വേ ആണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ മെഷീനിൽ എന്തുണ്ട്, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ, ഇതാണ് എന്ത്, IP അഡ്രസ്സ്. ഈ IP അഡ്രസ്സ് ഈ മെഷീൻ്റെ ആണ്. അപ്പോൾ നമ്മളുടെ ഈ മെഷീനിൽ എന്തുണ്ട്, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ആ EC2 മെഷീന്. അതിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഈ സെർവറിൻ്റെ IP ഇപ്പോൾ എത്രയാണ്, 65.0.21.33 ഇങ്ങനെ എന്തോ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തു. ഓക്കെ, എന്താ പറയുക, myapp.com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നെയിം ഞാൻ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഈ ഡൊമൈൻ നെയിമിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഏറെ കോഡ് ആഡ് ചെയ്തു. ഏറെ കോഡിൽ ഞാൻ എന്ത് ചെയ്തു, ഈ IP അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, 65.0.21.33. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ യൂസേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ myapp.com എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈൻ കോൾ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് അവൈലബിൾ ആണ്, അവർക്ക് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അല്ലേ. അവർ ഈ IP അഡ്രസ്സ് ഒന്നും ആക്ച്വലി അറിയാൻ പോകുന്നില്ല. അവരെന്താ ചെയ്യുന്നത്, ആ ഒരു ഡൊമൈൻ നെയിമാണ് കോൾ ചെയ്യുന്നത്. ബട്ട് ഒരു സമയത്ത് എൻ്റെ ആപ്ലിക്കേഷൻ അല്ല, എൻ്റെ സെർവർ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു, അല്ലാതെ തന്നെ സ്റ്റോപ്പായി പോയി. ഓക്കെ,
ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്കറിയാം ഡൈനാമിക് ആണ് പബ്ലിക് ഐ പി. ഇത് ചേഞ്ച് ആവും. മേ ബി എനിക്ക് പുതിയ വന്നൊരു ഐ പി 172.0.1.2 ആണെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഇപ്പോൾ എന്തായി? ഐ പി ചേഞ്ച് ആയി അല്ലേ? സെർവറിൻ്റെ ഐ പി ചേഞ്ച് ആയി. ബട്ട് സ്റ്റിൽ എനിക്ക് എന്താണ്, അപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഐ പി കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അപ്ലിക്കേഷൻ കിട്ടും. പക്ഷേ എൻ്റെ യൂസേഴ്സ് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. സെർവർ സ്റ്റോപ്പായോ, ഐ പി മാറിയോ, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ യൂസർ ആരും അറിയണില്ല. അപ്പോൾ ആരെങ്കിലും ഇനി മുതൽ myapp.com എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈൻ നെയിം കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ബ്രൗസറിൽ അവൈലബിൾ ആവോ? ഒരിക്കലും ഇല്ല അല്ലേ? കാരണം എന്താണ്? ഈ ഒരു ഡൊമൈൻ നെയിം പോയിൻ്റ് ചെയ്തിട്ടുള്ള ഐ പി അഡ്രസ്സ് വേറെയാണ്. ഈ ഐ പി അഡ്രസ്സ് മാറിയിട്ടുണ്ട്. പുതിയ ഐ പി അഡ്രസ്സ് ഇതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഡൊമൈൻ രജിസ്ട്രാറിൻ്റെ എൻഡിൽ പോയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊവൈഡറിൻ്റെ അടുത്ത് പോയിട്ട്, ഇപ്പോൾ ഗോഡാഡി ആണെന്നുണ്ടെങ്കിൽ ഗോഡാഡിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ പുതിയ ഐ പി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പക്ഷേ ഇത് നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണോ? ഒരിക്കലും അല്ല. കാരണം പല കാരണങ്ങൾ കൊണ്ട് മേ ബി നമ്മളുടെ സെർവർ സ്റ്റോപ്പ് ആവാം, സ്റ്റാർട്ട് ആവാം. അപ്പോഴൊക്കെ എന്ത് സംഭവിക്കും? നമ്മുടെ ഐ പി ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഒരാൾ ശരിക്ക് ഇതിനായിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. ഡൊമൈൻ്റെ ഐ പി ഇങ്ങനെ പോയിൻ്റ് ചെയ്യാൻ. പുതിയ ഐ പി വരുന്നു, അതിവിടെ പറഞ്ഞു കൊടുക്കുന്നു. പുതിയ ഐ പി വരുന്നു, അതിവിടെ പറഞ്ഞു. അപ്പോൾ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അപ്പോൾ പബ്ലിക് ഐ പി എന്താണ്? ഒരു ഡൈനാമിക് ഐ പി ആണ് അല്ലേ? നമുക്ക് അതിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? നമ്മുടെ സെർവറിന് ഒരു സ്റ്റാറ്റിക് ഐ പി പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്റ്റാറ്റിക് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ഐ പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഐ പി അസൈൻ ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? ഇലാസ്റ്റിക് ഐ പി. ഇലാസ്റ്റിക് ഐ പി. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ഐ പി എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെർവർ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു, റൺ ചെയ്തു, പുതിയ ഐ പി വന്നു അല്ലേ? ഇനി നമ്മൾക്കറിയാം ഈ സെർവർ സ്റ്റോപ്പായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐ പി ചേഞ്ച് ആവും. അപ്പോൾ അത് നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല എന്ന് നമുക്കറിയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി പോയി കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഐ പീസ് കാണാം. ഇലാസ്റ്റിക് ഐ പീസ് ഒക്കെ നല്ല രീതിയിൽ ബില്ലിങ് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ചുമ്മാ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരിക്കലും കൺസോളിൽ ഇട്ട് വെക്കേണ്ട, അത് റിലീസ് ചെയ്തുകൊണ്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ് ഓഫ് നോ ഇലാസ്റ്റിക് ഐ പി ഒന്നും ഈ റീജിയണിലില്ല. ഒരു റീജിയണിൽ എനിക്ക് തോന്നുന്നു 4-5 തോന്നുന്നു മാക്സിമം. അതിനി അതിൽ അപ്ഡേറ്റ് വന്നിക്കണമെന്ന് അറിയില്ല. ഓക്കെ, 4 or 5 ഇലാസ്റ്റിക് ഐ പി ഒരു റീജിയനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എന്തൊക്കെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആസ് ഓഫ് നോ എനിക്കിവിടെ ഇലാസ്റ്റിക് ഐ പി ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യണേ? അലൊക്കേറ്റ് ഇലാസ്റ്റിക് ഐ പി അഡ്രസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? ബോർഡർ ഗ്രൂപ്പ് AP South 1. ഓക്കെ, AP South 1 നമ്മളുടെ അവൈലബിലിറ്റി സോണുകളൊക്കെ ഉണ്ട്. ഇലാസ്റ്റിക് ഐ പി അഡ്രസ് ആമസോൺ പൂൾ. ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് വരിക, ഒരു അലൊക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു പബ്ലിക് ഐ പി നമ്മൾക്ക് ആര് തന്നിട്ടുണ്ട്? AWSൻ്റെ ഇലാസ്റ്റിക് ഐ പി എന്ന് പറയുന്ന ഈ ഒരു സർവീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഒരു സ്റ്റാറ്റിക് ആയ ഒരു ഐ പി ആണ്, അതായത് കോൺസ്റ്റൻ്റ് ഐ പി ആണ്. ഈ ഐ പി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ അസോസിയേറ്റ് ഇലാസ്റ്റിക് ഐ പി അഡ്രസ്സ് കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റൻസസ് കാണാം. ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തു. ഇൻസ്റ്റൻസിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്? ഏത് ഇൻസ്റ്റൻസുമായിട്ടാണ് എനിക്ക് ഈ ഇലാസ്റ്റിക് ഐ പി അറ്റാച്ച് ചെയ്യേണ്ടത്? ആ ഇൻസ്റ്റൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഏത് ഇൻസ്റ്റൻസുമായിട്ടാണ്? സെർവർ 1 അല്ലേ? ഞാനിവിടെ വന്നിട്ട് കണ്ടോ, സെർവർ 1 സെലക്ട് ചെയ്തു. പ്രൈവറ്റ് ഐ പി അത് അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ എടുക്കും. അലോ ദ ഇലാസ്റ്റിക് ഐ പി അഡ്രസ് ടു ബി റീ അസോസിയേറ്റഡ്. ഓക്കെ, അതൊന്നും വേണമെന്നില്ല, ജസ്റ്റ് അസോസിയേറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു ഡിഫറൻസ് കണ്ടേക്കണേ. ഇപ്പോൾ ഇവിടുത്തെ ഐ പി അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യും. 30 സ്റ്റാർട്ട് ചെയ്യുന്നത് 57 എൻഡ് ചെയ്യുന്നത് അല്ലേ? ഇതാണ് നമ്മളുടെ ഈ മെഷീൻ്റെ
പഴയ പബ്ലിക് ഐ പി. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മളുടെ ഈ ഇലാസ്റ്റിക് ഐ പി ആണ് ഇവിടെ ഇപ്പോൾ പബ്ലിക് ഐ പി ആയിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ഐ പിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ നമ്മളുടെ സെർവറിന് നമ്മളൊരു ഇലാസ്റ്റിക് ഐ പി അസോസിയേറ്റ് ചെയ്തു, അതായത് സ്റ്റാറ്റിക് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഐ പി കൊടുത്തു. ഇനി എൻ്റെ ഈ സെർവർ ഞാൻ എത്ര സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താലും ഈ ഐ പി ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഓക്കെ, ഈ ഐ പി ഇവിടെ കോൾ ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ കിട്ടും. കണ്ടോ, വെബ് ആപ്ലിക്കേഷൻ അവൈലബിളാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ സെർവറിന് ഞാനൊരു ഇലാസ്റ്റിക് ഐ പി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഐ പി ഇലാസ്റ്റിക് ഐ പി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിക് ഐ പി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഡൊമൈൻ നെയിമിലോട്ട് പോയിൻ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ പിന്നെ ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ സെർവർ ഡൗൺ ആയി പുതിയ സെർവർ അപ്പായി കഴിഞ്ഞാലും ഐ പി അതുതന്നെ ആയിരിക്കും അസൈൻ ആവുന്നത്. മനസ്സിലായോ? ഈ ഇലാസ്റ്റിക് ഐ പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യാനും കഴിയുമേ. cannot be released with associated ID. ആദ്യം ഡിസസോസിയേറ്റ് ചെയ്യുക, അസോസിയേറ്റ് ചെയ്തതിനെ ഡിസസോസിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിസസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ അസോസിയേറ്റ് ചെയ്തത് പോവുക. ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ വേറെ ഐ പി ആയി. അതായത് ഇതെന്താണ്? ഡൈനാമിക് ഐ പി ആണ്, ഇത് ചേഞ്ച് ആവും. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇനി നമ്മളുടെ ഇലാസ്റ്റിക് ഐ പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യലല്ല, റിലീസ് ചെയ്യലാണ് ഇലാസ്റ്റിക് ഐ പിയുടെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ഐ പി എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇലാസ്റ്റിക് ഐ പി എന്താണെന്ന് അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇലാസ്റ്റിക് ഐ പി നമ്മൾ എന്ത് ചെയ്തു? ഒരെണ്ണം അലോക്കേറ്റ് ചെയ്തു, അത് അസോസിയേറ്റ് ചെയ്തു, അതിന് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങോട്ട് പോവാം? നെറ്റ്വർക്ക് ഇൻ്റർഫേസസ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് എന്നുള്ള ഈ ഒരു സെഷൻ എടുക്കുമ്പോൾ 2 ENI ഇവിടെ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അവൈലബിലിറ്റി സോൺ, അതായത് AP South 1Bയിൽ കിടക്കുന്ന 2 എന്തുണ്ട്? ENI അവൈലബിളാണ്. ഇത് രണ്ടും ഏതിൻ്റെ ആയിരിക്കും? നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? എനിക്ക് 2 മെഷീന് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒരെണ്ണത്തിൻ്റെയും ഒന്ന് മറ്റൊന്നിൻ്റെയും ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ജസ്റ്റ് ഇതൊന്നും എടുത്തു. സെർവർ 1 എന്ന് പറയുന്ന ഈ ഒരു മെഷീന്, ഇതിൻ്റെ നെറ്റ്വർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കാണാം? നമ്മളുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതായത് ഈ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഒരു പബ്ലിക് ഐ പി ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ഐ പി ഉണ്ട്. ഫൈൻ, ഇത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഇതാണ് ഏത്? ആ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഓക്കെ, ആ സെർവറിൻ്റെ ജസ്റ്റ് ഫിൽട്ടർ ചെയ്തതാണേ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡീറ്റെയിൽസ് ഇവിടെ തരുന്നുണ്ട്. ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസിന് എന്തുണ്ട്? ഒരു ID ഉണ്ട്. ഓക്കെ, അത് ഇൻ യൂസാണ്, അതായത് ഓൾറെഡി ഈ സെർവറുമായിട്ട് എന്താണ്? അറ്റാച്ച്ഡ് ആണ്, അല്ല അസോസിയേറ്റഡ് ആണ്. അതുകൊണ്ട് ഇൻ യൂസ് കാണിക്കുന്നുണ്ട്. ഇൻ്റർഫേസ് ടൈപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സെക്യൂരിറ്റി ഗ്രൂപ്പ് കാണാം, അതുപോലെ VPC ID, സബ്നെറ്റ് ID, അവൈലബിലിറ്റി സോണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേറെയും ഒരുപാട് കാണാം. പ്രൈവറ്റ് ഐ പി ഉണ്ട്, ഓക്കെ, പബ്ലിക് ഐ പി ഉണ്ട്, അതുമായിട്ട് അസോസിയേറ്റഡ് ഉള്ള DNS എൻഡ് പോയിൻ്റ് നെയിമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് വേണ്ട നെക്സ്റ്റ് ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫൗണ്ട് ടു എ സ്പെസിഫിക് അവൈലബിലിറ്റി സോൺ. അതായത് ഒരു ENI നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ENI ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു അവൈലബിലിറ്റി സോണ്, അല്ലാതെ അതിൻ്റെ സബ്നെറ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. അതുപോലെ ഏത് VPCയിലാണെന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽസിൽ വന്നു കഴിഞ്ഞാൽ, ഡീറ്റെയിൽസ് സെഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാം. അതുപോലെ സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൈ സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതായത് ഞാൻ എൻ്റെ ഇൻസ്റ്റൻസ്, അതായത് ഈ ഒരു ഇൻസ്റ്റൻസ് ഞാൻ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് എൻ്റെ ഇൻബൗണ്ട് റൂൾസ്, ഔട്ട് ബൗണ്ട് റൂൾസ് എല്ലാതും പറഞ്ഞു കൊടുക്കുന്നത്, അത് ആക്ച്വലി ശരിക്ക് അത് ENIയുമായിട്ടാണ് എന്താവുന്നത്, അല്ലാണ്ട് നമ്മളുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസസുമായിട്ടാണ് എന്താവുന്നത്,
കണക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസിൻ്റെ ഡീറ്റെയിൽ സെക്ഷനിൽ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകും. കണ്ടോ, ഞാൻ ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ പുതിയൊരു ടാബിൽ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻബൗണ്ട് റൂൾസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള HTTP ഉണ്ട്, HTTPS ഉണ്ട്, SSH ഉണ്ട്, ഇതെല്ലാം കാണാം. ഓക്കെ, ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾക്ക് അറിയാം അല്ലേ, എൻ്റെ മെഷീന് എന്തുണ്ട്, ഒരു ENI ഓൾറെഡി പ്രൈമറി ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. പക്ഷേ എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എനിക്ക് എന്ത് വേണം, ഒന്നിൽ കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ENI കൂടി എനിക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞ്, പല റീസൺ ഉണ്ട്. നമ്മളുടെ മെഷീനിലോട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ നെറ്റ്വർക്ക് എൻഹാൻസ് ചെയ്യാനും, നെറ്റ്വർക്ക് പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതല്ല, നമുക്ക് കോൺഫിഗറേഷനൊക്കെ പല രീതിയിൽ ചെയ്യാം. ഒരു സെർവറിൽ 2 ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു സെർവറിൽ 2 ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാഫിക് സെഗ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ, ആപ്ലിക്കേഷൻ സെഗ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ സെർവറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിന് ഓൾറെഡി ഒരു ENIയും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ക്രിയേറ്റ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ഞാനിവിടെ ജസ്റ്റ് my ENI എന്ന് കൊടുക്കുകയാണ്, my ENI 1. ഓക്കെ, ഇവിടെ എന്ത് വരുന്നുണ്ട്, സബ്നെറ്റ് സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ സബ്നെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ശ്രദ്ധിക്കണം, ഈ സെർവർ, ഞാൻ ഏത് സെർവറുമായിട്ടാണ് ഈ ENI കണക്ട് ചെയ്യുന്നത്, ആ സെർവർ ഏത് സബ്നെറ്റിലാണെന്ന് ഞാൻ ആദ്യം നോക്കണം. AP South 1B ഓക്കെ, അപ്പോൾ AP South 1B തന്നെ വേണം ഞാൻ എന്ത് ചെയ്യാൻ, ഈ ENI ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ അവർ ചോദിക്കുന്നുണ്ട് പ്രൈവറ്റ് IP ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് തരും. ഓക്കെ, നമ്മളുടെ ഈ ലൂപ്പിൽ തന്നെ ഉള്ള, അല്ലാണ്ട് ഈ പൂളിൽ, ഈ നെറ്റ്വർക്ക് പൂളിലുള്ള ഒരു ENIനെ, അല്ലാണ്ട് ഈ സബ്നെറ്റ്, ഇപ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്ത ആ സബ്നെറ്റിലുള്ള, ആ സബ്നെറ്റിന് നമ്മൾ ഏത് സൈഡർ റേഞ്ചാണോ കൊടുത്തിട്ടുള്ളത്, ആ സൈഡർ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു IPനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ആ IP അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓട്ടോ അസൈൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇലാസ്റ്റിക് ഫാബ്രിക് അഡാപ്റ്റർ ഒന്നും വേണ്ട, അതൊക്കെ പെർഫോമൻസിന് വേണ്ടിയുള്ള സംഭവമാണ്. അതിലോട്ടൊന്നും നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, അഡ്വാൻസ്ഡിലോട്ടൊന്നും പോകുന്നില്ല, അതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട. അപ്പോൾ സബ്നെറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു, നമ്മളുടെ ENIക്ക് നമ്മളൊരു പേരും കൊടുത്തു. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ENIക്ക് ഞാനൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ENI ഉണ്ട്. ഈ ENIയിലാണ് എന്തുള്ളത്, ഞാൻ സെർവർ ലോഞ്ച് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുത്ത സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച് ആയിട്ടുള്ളത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കസ്റ്റമായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കാം, ഏതും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി ഏതാ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഞാൻ തൽക്കാലം എന്താ കൊടുക്കുന്നത്, സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പ് തന്നെ കൊടുക്കുന്നത്. ഓൾറെഡി എൻ്റെ ഇൻസ്റ്റൻസുമായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഞാൻ ഈ ENIക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും ടാഗ് നെയിം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഓപ്ഷണലാണ്. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഏതായിരുന്നു, ഇവിടെ നോക്കിയാൽ അറിയാം, സ്റ്റാറ്റസിൽ നോക്കിയാൽ മറ്റ് 2 എന്താണ്, ഇൻ യൂസ് ആണ്. അവൈലബിൾ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ my ENI 1 ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ പേര് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം, my ENI 1 എന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ENI. ബട്ട് ഈ ENI ഇപ്പോൾ എന്തല്ല, ആക്റ്റീവ് സ്റ്റേറ്റിലല്ല, അതായത് ഇൻ യൂസ് സ്റ്റേറ്റിലല്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാം, അവൈലബിൾ ആണ്, അതായത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അല്ലേ. ഞാൻ ഇതിനെ പിടിച്ച് എന്ത് ചെയ്യാണ്, അസോസിയേഷൻ, ഈ ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിളാണ്. അറ്റാച്ച് ചെയ്യാം, അറ്റാച്ച് ചെയ്തതിനെ ഡിറ്റാച്ച് ചെയ്യാം. അതുപോലെ എനിക്ക് ഈ ഒരു ഇൻ്റർഫേസ് കാർഡ് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ IP മാനേജ് ചെയ്യാം, അസോസിയേറ്റ് അഡ്രസ്സ് ഉണ്ട്, ഡിസോസിയേറ്റ് ചെയ്യാം, ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ അറ്റാച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അറ്റാച്ച് കൊടുക്കുമ്പോൾ ഞാൻ VPC പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഈ VPCയിലുള്ള ഏത് ഇൻസ്റ്റൻസുമായിട്ടാണ് എനിക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്,
സെർവർ 1. ഓക്കെ, സെർവർ 1 ഞാൻ പറഞ്ഞു കൊടുത്തു. ENI എക്സ്പ്രസ് ഓപ്ഷണൽ ENA. ഓക്കെ, അത്രയും ഞാൻ കൊടുത്തു, അറ്റാച്ച് കൊടുത്തു. ഞാൻ ഇൻസ്റ്റൻസിൽ വന്നു. സെർവർ 1 ഇൻസ്റ്റൻസ് ആണ്. ഇവിടെ ഇപ്പോൾ എന്തോ ഉള്ളൂ, ഒരു ENI ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ മൈ ENI എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും കൂടി എന്തായിട്ടുണ്ട്, എൻ്റെ ഈ സെർവറിൽ അറ്റാച്ച് ആയിട്ടുണ്ട് അല്ലേ. അതിന് എന്തുണ്ട്, സെയിം പുള്ള് വരുന്ന മറ്റൊരു പ്രൈവറ്റ് IP ഉണ്ട്. ഓക്കെ, ബട്ട് അതിനെന്തില്ല, പബ്ലിക് IP ഒരെണ്ണം ഉണ്ടാകത്തുള്ളൂ. അതിനിപ്പോൾ ഇവിടെ പബ്ലിക് IP ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആയിട്ടില്ല അല്ലേ. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതും അസൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, എനിക്ക് 2 പബ്ലിക് IP വേണം എൻ്റെ സെർവറിന്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, പ്രൈവറ്റ് IP ഇപ്പോൾ എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട്. പബ്ലിക് IP ഒരെണ്ണമുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പോൾ പ്രൈവറ്റ് IP എന്തിനാണ് 2 എണ്ണം, അതുപോലെ പബ്ലിക് IP എന്തിനാണ് 2 എണ്ണം 3 എണ്ണം എന്നൊക്കെ. അതെല്ലാം നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. നമുക്കിതൊക്കെ എന്ത് ചെയ്യാം, പല രീതിയിലും കോൺഫിഗർ ചെയ്ത് വെക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ സെർവറാണ്. ഇതിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, എൻ്റെ സെർവറിന് എന്തുള്ളൂ, ഒരു പബ്ലിക് IP ഉള്ളൂ. ഓക്കെ, ഒറ്റ പബ്ലിക് IP ഉള്ളൂ. ഈ പബ്ലിക് IP ഞാൻ ബ്രൗസറിൽ കോൾ ചെയ്യുമ്പോൾ എനിക്ക് 2 ആപ്ലിക്കേഷനും ആക്സസ് ചെയ്യാൻ കഴിയുമോ, ഇല്ല അല്ലേ. അപ്പോൾ 2 പബ്ലിക് IP ഉണ്ടെങ്കിലോ എനിക്ക് അതിൻ്റെ കോൺഫിഗറേഷനിൽ ഈ ആപ്ലിക്കേഷന് ഈ IP കോൺഫിഗർ ചെയ്യാം, ഇതിന് ഈ IP കോൺഫിഗർ ചെയ്യാം. അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് IP ആയാലും പബ്ലിക് IP ആയാലും നമുക്ക് കോൺഫിഗറേഷൻ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിലും അതിനെ സെഗ്മെൻറ്റ് ചെയ്യാനും ട്രാഫിക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെഗ്മെൻറ്റേഷനൊക്കെ പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സെഗ്മെൻറ്റേഷന് മാത്രം വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്ക് ഫെയിൽ ഓവറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മളുടെ സെർവർ. ഓക്കെ, ഈ സെർവറുമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ENI അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലേ. ഇവിടെ ഉള്ളൊരു ഇഷ്യൂ എന്താണ്, ഈ സെർവർ എപ്പോൾ ക്രാഷായി പോകുന്നോ അപ്പോൾ ഇവനും ക്രാഷായി പോകും അല്ലേ. നമുക്ക് ഇതിലോട്ട് ആക്സസ് കിട്ടത്തില്ല. അതല്ല എന്നുണ്ടെങ്കിലോ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്തെങ്കിലും ഒരു പ്രശ്നം മൂലം ഇതിലൊരു ഫെയിൽ ഓവർ സംഭവിച്ച്, അപ്പോൾ പിന്നെ ഈ സെർവറിലോട്ട് എന്ത് കിട്ടത്തില്ല, ഇൻ്റർനെറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ENIയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഫെയിൽ ഓവർ സംഭവിക്കുമ്പോൾ ഇതിലൂടെ നമുക്ക് കണക്ഷൻ. അതേപോലെ ഇത്തരം ഫെയിൽ ഓവർ കേസസിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ENIs ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെർവറിന് ഇപ്പോൾ എന്തുണ്ട്, 2 പ്രൈവറ്റ് IP ഉണ്ട്, ഒരു പബ്ലിക് ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ENIക്ക് ഞാൻ എന്ത് ചെയ്യാണ്, അസോസിയേറ്റ് അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇലാസ്റ്റിക് IP അഡ്രസ്സ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഒരു ഇലാസ്റ്റിക് IP ഇവിടെ അലോക്കേറ്റ് ചെയ്യണം. അലോക്കേറ്റ് ഒരു IP അഡ്രസ്സ് ഞാനിവിടെ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ നമ്മുടെ ഈ അസോസിയേറ്റ് ഇലാസ്റ്റിക് IP അഡ്രസ്സിലോട്ട് തന്നെ പോവാണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ നമ്മളുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സെലക്ട് ചെയ്തു, അസോസിയേറ്റ് അഡ്രസ്സിൽ പോകുന്നു. ഇലാസ്റ്റിക് IP അഡ്രസ്സിൻ്റെ അവിടെ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഇലാസ്റ്റിക് IP അഡ്രസ്സ് ഇവിടെ ലിസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. അലോ ദ ഇലാസ്റ്റിക് IP അഡ്രസ് ടു ബി റീ അസോസിയേറ്റ് വിത്ത് ദിസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതും കൊടുത്തു, അസോസിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മൾ മാനുവലി ഒരു പബ്ലിക് IPയും കൂടി ആർക്ക് കൊടുത്തു, ഒരു ഇലാസ്റ്റിക് IP. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസിന് കൊടുത്തു. അപ്പോൾ ഇൻസ്റ്റൻസസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. നെറ്റ്വർക്കിംഗ്
35 details. നെറ്റ്വർക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കാണാം നമ്മളുടെ ENIയിൽ എന്ത് വന്നിട്ടുണ്ട്, പുതിയ ഒരു IP കൂടെ വന്നിട്ടുണ്ട് അല്ലേ. ഇത് നമ്മളുടെ പുതിയ ഇൻ്റർഫേസാണ്. ഞാൻ അതിൻ്റെ IP ജസ്റ്റ് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. അത് കോൾ ചെയ്യുമ്പോഴും എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, അപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. ഇൻസ്റ്റൻസിൽ വന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തത്. ഇനി നമുക്ക് ഇത് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഇൻസ്റ്റൻസിന്, നമ്മളുടെ മെഷീന് 2 നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അറ്റാച്ച് ചെയ്തു. 2 പബ്ലിക് IP ഉണ്ട്, 2 പ്രൈവറ്റ് IP ഉണ്ട് അല്ലേ. ഇപ്പോൾ 2 പബ്ലിക് IP കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2ലും നമ്മുടെ അപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെയിൽ ഓവർ എന്ന് പറഞ്ഞ സംഭവം. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്തായിപ്പോയെന്ന് വിചാരിക്കുക, ക്രാഷ് ആയിപ്പോയി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫെയിൽ ഓവർ വന്ന് അത് ഡൗൺ ആയിപ്പോയി. നമ്മുടെ അപ്ലിക്കേഷന് ഇതിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു ബാക്കപ്പ് പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ഫെയിൽ ഓവർ സംഭവിച്ചാൽ അതിനൊരു സപ്പോർട്ടായിട്ട് മറ്റു പുള്ളി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനാണ് ഒരു ഫെയിൽ ഓവർ സംഭവിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ അപ്ലിക്കേഷൻ ആക്സസിബിൾ ആവാത്ത ഒരു പ്രശ്നം വരില്ല, ഈ ഒരു IPയിൽ ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു യൂസ് കേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ഇപ്പോൾ 2ലും അപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് അങ്ങനെ വേണ്ട, ഒരെണ്ണത്തിൽ കിട്ടിയാൽ മതി, ഒരെണ്ണത്തിൽ എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ വരിക, അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു. ഞാനിത് റിമൂവ് ചെയ്തു. അവിടെയുള്ള ഒരെണ്ണം എക്സിസ്റ്റിംഗ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഡിഫോൾട്ട് 1 ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ നമ്മളുടെ അപ്ലിക്കേഷൻ അവൈലബിൾ ആവുന്നത് 80 പോർട്ടിലല്ലേ. അപ്പോൾ 80 പോർട്ടൊക്കെ ഒഴിവാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്തു, ഡിഫോൾട്ട് പറഞ്ഞു കൊടുത്തു. യു നീഡ് ടു സെലക്ട് അറ്റ്ലീസ്റ്റ് 1 സെക്യൂരിറ്റി ഗ്രൂപ്പ്. ആഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, ഇൻസ്റ്റൻസിൽ പോയി കഴിഞ്ഞു. ഇവിടെ വന്നാൽ നമുക്കറിയാം ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഡിഫോൾട്ട് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ IP ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഡിഫോൾട്ട് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പിൽ മേ ബി എന്തുണ്ടായിരിക്കണം എന്നില്ല, 80 പോർട്ട് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അതിൽ അവൈലബിൾ അല്ല, അത് ഡിസേബിൾഡ് ആണ്, ക്ലോസ് ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടത്തില്ല, അപ്ലിക്കേഷൻ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഈ IP വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും പർപ്പസിനോ വേറെ എന്തെങ്കിലും കോൺഫിഗറേഷനോ ഒക്കെ ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ കണ്ടോ, അത് ടൈം ഔട്ട് അടിച്ചു, കാൺ ബി റീച്ച്ഡ്. ഇതിൻ്റെ ഒരു യൂസ് കേസ് മനസ്സിലായോ. ഫെയിൽ ഓവർ സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ കോൺഫിഗർ ചെയ്യണോ അതിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലാസ്റ്റിക് IP എന്താണ്, ഇലാസ്റ്റിക് IP അവിടെ. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി അസോസിയേറ്റഡ് ആണല്ലോ അല്ലേ. ഇതിന് എനിക്ക് വേണമെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഫോഴ്സ് ഡിറ്റാച്ച് ചെയ്തു, ഞാൻ ഡിറ്റാച്ച് ചെയ്തു. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും സെർവറിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അറ്റാച്ച് ചെയ്യാം. അതായത് എന്താണ്, പോർട്ടബിൾ ആണ്. ഈ ഒരു സെർവറിൽ തന്നെ അറ്റാച്ച് ചെയ്തെന്ന് വിചാരിച്ച് അതിൽ തന്നെ പറ്റത്തുള്ളൂന്നില്ല. അതിൽ നിന്ന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച് ചെയ്തിട്ട് എനിക്ക് വേറെ സെർവറിൽ കൊണ്ടുപോയിട്ട് അറ്റാച്ച് ചെയ്യുന്നതും പോസിബിളാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഡിറ്റാച്ച് ചെയ്തു, മേ ബി ഒന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടോ, അറ്റാച്ചിനുള്ള ഓപ്ഷൻ വീണ്ടും വന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സെർവർ 1ലാണ് അറ്റാച്ച് ചെയ്തത്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർവറിലോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എന്താണ്, ആ IP കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? ഈ രീതി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺഫിഗർ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഡിലീറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത ഒരു അഡ്രസ്സ് അതിന് വേണമെങ്കിൽ ഡിസസോസിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് IP കണ്ടോ, ഇതാണ് ആ ഒരു ഇലാസ്റ്റിക് IP, അതിനെ ഡിസസോസിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇലാസ്റ്റിക് IP നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് റിമൂവ് ചെയ്ത് കളയാം. അതെല്ലാം ജസ്റ്റ് കാണിച്ചതാണ് എങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിന് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ. റിലീസ് കൊടുത്തു, അത് അവിടുന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. നമ്മുടെ ഇൻസ്റ്റൻസസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെർവറിൻ്റെ നെറ്റ്വർക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എന്തുള്ളൂ, ഒരു ENI ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ വിളിച്ചാൽ ചിലപ്പം കിട്ടത്തില്ല. ഇതിലാണോ ഓക്കെ, 32ലാണെന്ന് തോന്നുന്നു കിട്ടാത്തത്. ഓക്കെ, കണ്ടോ, അതിവിടെ സ്റ്റിൽ ലോഡിങ് ആണ്. അതിങ്ങനെ ലോഡായിട്ട് മേ ബി ടൈം ഔട്ട് അടിക്കും. ഇതിൽ സ്റ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ബാക്ക് എൻഡിലുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ യൂസ് കേസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നും ജസ്റ്റ് റെഫറൊക്കെ ചെയ്തിട്ട് ഒരുപാട് അതിൻ്റെ പേർപ്പസും കാര്യങ്ങളൊക്കെ കണ്ടെത്താം. ഓക്കെ.